അസ്സലാമു അലൈക്കും. നിങ്ങളുടെ നീറുന്ന വേദനകൾക്ക് പരിഹാരം. ഇത് പതിവാക്കുന്നവരെ റബ്ബ് ഒരിക്കലും കൈവിടില്ല. നമ്മുടെ നീറുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ദുആ. പ്രധാനമായും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ തുറക്കുന്ന ഈ ദുആ കൊണ്ട് വർഷങ്ങളായി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ ഭേദമാകുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ വീട് എന്ന സ്വപ്നം പൂവണിയാനായിട്ട് ഈ ദിക്ർ മതിയാവുന്നതാണ്. നമ്മുടെ ജോലിക്കുള്ള പ്രശ്നമാണെങ്കിൽ അതിനു വേണ്ടി ഭക്ഷണം, നമുക്ക് ആശ്വാസം കിട്ടാം, മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടാം. അതുപോലെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അള്ളാഹുവിലേക്ക് സഹായം തേടാൻ ചൊല്ലാവുന്ന വളരെ ഉത്തമമായ ഒരു ദുആയാണ് ഇത്. ജീവിതത്തിൽ ഇത് പതിവാക്കുവോ, അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. എല്ലാ ഫർദ് നമസ്കാര ശേഷം 7 പ്രാവശ്യം ഈ ദുആ ചെയ്യുക. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ എല്ലാവരും ഒരാരാധ്യനുമില്ല, നീ ഏറെ പരിശുദ്ധനാണ്, നിശ്ചയം ഞാൻ അക്രമത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ ഈ പ്രാർത്ഥന വളരെ ഗൗരവമുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് യൂനുസ് നബി അലൈഹിസ്സലാമിന് പ്രാർത്ഥിച്ച ദുആയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം പ്രബോധനം നടത്തിയിട്ടും കാര്യമായ നേട്ടം കാണാതായപ്പോൾ അക്രമകാരികളായ ജനതയെ വിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം നാടുവിട്ടു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെയായിരുന്നു അങ്ങനെ ചെയ്തത്. തൽഫലമായി നബിക്കും ഭാര്യയെയും 2 കുട്ടികളെയും നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം കയറിയ കപ്പൽ കടൽക്കാറ്റിൽപ്പെടുകയും നറുക്കെടുപ്പിലൂടെ യാത്രക്കാരുടെ രക്ഷയ്ക്ക് അദ്ദേഹം കടലിലെറിയപ്പെടുകയും ആ സമയം തന്നെ വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി കടലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തനിക്ക് വന്നുപെട്ട ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം മനംനൊന്ത് പ്രാർത്ഥിച്ച ദുആയാണ് ഇത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ എല്ലാവരും ഒരാരാധ്യനുമല്ല, നീ ഏറെ പരിശുദ്ധനാണ്, നിശ്ചയം ഞാൻ അക്രമികൾപ്പെട്ടിരിക്കുന്നു. നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും മത്സ്യം അവരെ കടൽക്കരയിൽ തള്ളുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ജനതയ്ക്കരികിലേക്ക് പോകുന്നതിനിടയിൽ തന്നേക്ക് നഷ്ടപ്പെട്ട ഭാര്യ സന്താനങ്ങളെ അള്ളാഹു തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അത്ര മഹത്വമേറിയ പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ആശ്ചര്യകരമായിരുന്നു. അതിൻ്റെ ആദ്യഭാഗം ഏകദൈവത്വവും, മധ്യഭാഗം സ്തുതി കീർത്തനവും, അന്ത്യഭാഗം കുറ്റസമ്മതവുമാകുന്നു. ഈ പ്രാർത്ഥന ദുരിതം പിടിപെട്ടവനോ കടം ബാധിച്ചവനോ ആപത്തിലേർപ്പെട്ടവനോ ദിവസവും ഫർദ് നമസ്കാര ശേഷം 7 പ്രാവശ്യം ചൊല്ലിയാൽ ഉത്തരം കിട്ടാതിരിക്കില്ല തീർച്ചയായും. ഈ ദുആ വലിയ പ്രധാനപ്പെട്ട രോഗശയ്യയിൽ കിടക്കുന്ന ഒരാൾ ഇത് ചൊല്ലി മരണപ്പെട്ടാൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതും രോഗം ഭേദപ്പെടുകയാണെങ്കിൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് ഈ ദുആ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സകല പ്രശ്നങ്ങൾക്കും ഈ ദുആ പ്രതിവിധിയാണ്. ദുആ ചൊല്ലി നമ്മൾ ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി അള്ളാഹുവിനോട് ഈ പ്രാർത്ഥനയോട് കൈകൾ ഉയർത്തുന്ന ഒരാൾക്കും വെറുതെ കൈ താഴ്ത്തേണ്ടി വരില്ല ഇൻഷാ അല്ലാഹ്. അത്രയ്ക്ക് പവറുള്ള ദുആയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും ചെയ്തു നോക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരും ഖൈറും ബർക്കത്തും തരട്ടെ. ആമീൻ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. യാ അല്ലാഹ്.